എവിടെ പോണു? ദാദ വിളിക്കാൻ വന്നതാ. ദാദ വിളിക്കാൻ നമ്മൾ എവിടെയാണ് പോകണമെന്ന്. ദാദ വിളിക്കാൻ എവിടെ പോണു? നമ്മൾ ഫ്ലൈറ്റ് കയറിയാണ് പോണോ? ഞാൻ ഇത്തലായിട്ട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് എയർപ്ലെയിനിൽ പോകണം. അപ്പോൾ എയർപ്ലെയിനിൽ പോകൂലാണ് പറയുന്നത്. സർപ്രൈസ്. ഇതാണ് സർപ്രൈസ്. സർപ്രൈസ് ആയ നമ്മൾ ഫ്ലൈറ്റ് കയറിയാണ് പോകണോ കേട്ടോ? ഫ്ലൈറ്റ് ഇങ്ങനെയാണ്. ഫ്ലൈറ്റ് പക്ഷെ എവിടെ പോണു? ഇവിടെ പോണോ? സർപ്രൈസ് ആയാ? അതൊരു സർപ്രൈസ് ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട് ക്രിസ്മസ് സർപ്രൈസ്? ഇഷ്ടപ്പെട്ട? അങ്ങനെ പേടിക്കുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് അവർ ഫ്ലൈറ്റും അതിൻ്റെ ബാക്കിലുള്ള ബാക്ക് സ്റ്റോറിയും എല്ലാം ഞാൻ പറയാമാണ്. ഇതൊരു സർപ്രൈസ് ട്രിപ്പായിരുന്നു. കുട്ടിയെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് പറയുന്നത് ഫ്ലൈറ്റിൽ കയറണം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എയർപോർട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് വന്നത്. എയർപോർട്ടിൽ എത്തിയ സമയത്താണ് സർപ്രൈസ് പറഞ്ഞത്. ഡാഡായി വിളിക്കാനല്ല വന്നത്. ഡാഡായി വിളിക്കാൻ നമ്മൾ ഡാഡായി കാണാൻ പോകുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റാണ് എന്നുള്ളത് അവർ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് മനസ്സിലായത്. ശരിക്കും സർപ്രൈസായി. അതിൻ്റെ വിഷ്വൽസാണ് കേട്ടോ നിങ്ങൾ ആദ്യം കണ്ട്. ഇനി ഞങ്ങൾ ബോർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം ആ മെനു ഒക്കെ എടുത്തിട്ട് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഷവർമ സാൻഡ്വിച്ചായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടി. അത് കഴിച്ചു കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഐസ്ക്രീം വേണം തോന്നിട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാനാണ്. അങ്ങനെ ഫ്ലൈറ്റ് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചെറിയ കഴിച്ചിട്ട് പ്രശ്നമാകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചെവിയൊക്കെ ഇങ്ങനെ അടയ്ക്കുന്ന പോലെ ഒരു അസ്വസ്ഥത, ഒരു ലാഗൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഐഷു കുറച്ച് ഞങ്ങൾ അബുദാബി എത്തുന്നതിന് മുന്നേ പകുതിയായപ്പോൾ തന്നെ അവൾ നല്ല ഉറക്കമായി. വിൻഡോ സീറ്റിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാൻഡ് ചെയ്യുന്ന കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് അവൾ ഇല്ലായിരുന്നു, ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഹാഫ് ചെയ്ത് കൊണ്ടിട്ട് പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണത്. എനിക്ക് ദൂരെ ഇരുന്നാലും ഞാൻ 2 സീറ്റ് ഇപ്പുറത്തായിരുന്നു. എന്നാലും എനിക്ക് വിൻഡോയിൽ കൂടെ കാണാമായിരുന്നു. കറക്റ്റ് രാത്രി ആകുമ്പോഴത്തേക്ക് ആ ലൈറ്റ്സൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതും നല്ല രസമായിരുന്നു കേട്ടോ. രാത്രിയിലെ ഫ്ലൈറ്റ്, അതും ആദ്യത്തെ ഫ്ലൈറ്റ്, നല്ല രസമായിരുന്നു. ഞാൻ ടൈമിൽ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് വീഡിയോ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലിയറായിട്ട് സിറ്റി ലൈറ്റ്സ് ഫുള്ള് കിട്ടും. ഈ കണ്ടുകൊണ്ട് ഇരുന്നു സിറ്റി ലൈറ്റ്സ് എല്ലാം ക്ലിയറായിട്ട് കിട്ടും. കുറച്ചുകൂടെ താഴ്ന്ന ഇത് നോക്കിക്കൂ. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടോ? ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമല്ലേ? മുകളിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യൂസ് നിറയെ ലൈറ്റ്സ് കൊണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു കേട്ടോ. അത് വീഡിയോയിൽ കറക്റ്റ് അതിൻ്റെ ഭംഗി കിട്ടിയില്ല. അത് നമ്മൾ റിയലായിട്ട് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കും. എന്ത് രസമാകാം. നമ്മൾ ശരിക്കും റിയലായിട്ട് കാണുമ്പോഴത്തേക്ക് ഈ ലൈറ്റ്സിലെല്ലാം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ ആ റോഡ് കാണുന്നുണ്ടോ? റോഡ് കാണാൻ പറ്റും. റോഡിൽ കൂടെ പോകുന്ന പിന്നെ വണ്ടികളുടെ ലൈറ്റ് കാണാൻ പറ്റും. നല്ല രസമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കില്ല ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതുകൊണ്ട് ആദ്യമുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്ലൈറ്റിനകത്ത് ഇരിക്കുക എന്നുള്ളത് ബോറ് തന്നെയായിരുന്നു. പിന്നെ അത് ഈ സമയത്ത് എത്തിയപ്പോഴത്തേക്കാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയത്. അങ്ങനെ ക്രൈസ്റ്റ് ഞങ്ങൾ അബുദാബി എത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് എയർപോർട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള ബാഗേജൊക്കെ കളക്ട് ചെയ്തു. ശരിക്കും എക്സിറ്റിൻ്റെ അടുത്തെത്തി ഫ്രണ്ടിൽ എത്തി വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ താത് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടായിരുന്നു, വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ബാഗൊക്കെ കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നു. എയർപോർട്ട് കാണാൻ നല്ല രസമാട്ടോ. ഉള്ള ലൈറ്റും
ഗ്ലാസും മിററും എല്ലാം കൂടെ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള എസ്കലേറ്റേഴ്സ് ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ലഗേജൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിലിങ്ങനെ നിന്നാൽ മതി, അത് തന്നെ മൂവ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ഥലത്തൂടെ നേരെ അത് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അതിൽ നിന്നിട്ട് അടുത്ത പുതിയ സ്ഥലത്ത് നിന്നിട്ട് ഇറങ്ങാം. ചെറിയ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തുനിന്ന് ഒത്തിരി ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്ഥലമൊക്കെ അകത്തിങ്ങനെ നടക്കുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ബാഗ് കളക്ട് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും ബാഗും ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഒരു റൗണ്ടായിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എടുക്കണം. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബാക്കിലൊരു ബുക്കി, ഫ്രഷ് പൂക്കളായിരുന്നു കേട്ടോ, നല്ല പൂക്കളായിരുന്നു. അപ്പോൾ അതും പിടിച്ചിട്ട് സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് വരുവാണ്. ഇങ്ങനെ ഓടി വന്ന് ഞങ്ങൾ ഹഗ് ചെയ്ത് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ വിഷ്വലൊക്കെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ആൾ ക്ലീൻ ഷേവും കൂടി ചെയ്തിട്ടാണ് വന്നത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ വരെ താടി മിഷയൊക്കെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വേറെ ലുക്കായിട്ടിരിക്കുന്നു. ഇതൊക്കെ ലൈഫിലെ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ മെമ്മറീസ് ആയിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഞാനും കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് അതിന് ശേഷം ഞങ്ങൾ പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് വണ്ടി കയറുന്നതിന് മുന്നേ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കയറാനാണെന്ന് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇയറിലെ December 25 ഞങ്ങൾ അബുദാബിക്ക് എത്തിയത്. ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച കാര്യമല്ല, പക്ഷേ എല്ലാവരുടെയും ശാപങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്നൊരു കാര്യമാണ്. എൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് പറഞ്ഞ് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.